The opponent candidate was Mr. Parvesh Verma, who was also the ex-MP, right? So if you take the number of votes in his house, earlier during the Lok Sabha election, his house had only 3 or 4 votes. Now during this Vidhan Sabha election, his house has got almost 32 votes. So how is that possible? Within 6 months, your vote has increased to 32. Is it possible? Is it reality? നമസ്കാരം. ആം ആദ്മി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സുധാ രാമലിംഗത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി അമ്പെ പരാജയപ്പെട്ടു പോയ ഡൽഹി തെരഞ്ഞെടുപ്പിൽ അസാധാരണ സ്വഭാവമുള്ള ചില അട്ടിമറികൾ നടന്നു എന്നതാണ് അവരുടെ ആരോപണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 വോട്ട് മാത്രമുണ്ടായിരുന്ന പർവേശ് ശർമ്മയുടെ വീട്ടിൽ ഇത്തവണ 33 വോട്ടുകൾ ഉണ്ടായി. 30 വോട്ടുകൾ അധികമായി ചേർക്കപ്പെട്ടു. ന്യൂഡൽഹി മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ തോറ്റുപോയത് അസാധാരണമായി 40,000-ഓളം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ട ശേഷമാണ് എന്ന് ആരോപിക്കുകയാണ് അവർ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ പൊടുന്നനെ ചേർക്കപ്പെട്ട 30 ലക്ഷത്തിലധികം വോട്ടുകളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് ഡൽഹിയിൽ BJP വിജയിക്കുന്നതും പല മണ്ഡലങ്ങളിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ അസാധാരണമായി റദ്ദാക്കപ്പെട്ട വെട്ടിമാറ്റപ്പെട്ട വോട്ടുകൾ ഒപ്പം ചിലയിടത്ത് അധികമായി ചേർക്കപ്പെട്ട വോട്ടുകളുടെ കണക്കുകൾ പുറത്തു വരുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോഴും തെളിച്ചമുള്ള വിശ്വാസ്യതയുള്ള ഒരു മറുപടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടായി വന്നിട്ടില്ല. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കണക്കുകൾ നിരത്തിക്കൊണ്ട് BJPയുടെ രാഷ്ട്രീയ എതിരാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് വ്യക്തതയുള്ള മറുപടികൾ ആവശ്യമില്ലേ? നമ്മുടേത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. പരസ്പര വിശ്വാസത്തോടെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നു പോകുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ആധാരം. ഒരു കാലത്തും തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി ഒരു അട്ടിമറി ആരോപണവും അതേ ചൊല്ലി ഏതെങ്കിലും സംഘർഷവും നമ്മുടെ ചരിത്രത്തിൽ ഇല്ല. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച്. അവയിൽ അവിശ്വാസത്തിൻ്റെ കരടുകൾ വീഴുന്നതിനെ നാം അവഗണിച്ചുകൂടാ. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾ ഗൗരവത്തിലെടുക്കുന്നുണ്ടോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര സർക്കാർ, ഒപ്പം ആരോപണ വിധേയരായ പാർട്ടികൾ? ഈ വിഷയം സംസാരിക്കുന്നു ഇന്ന് ഷൈബു മഠത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ്, അനിൽ ബോസ് കോൺഗ്രസ് നേതാവ്, ശ്രീ VP ശ്രീപത്മനാഭൻ BJP നേതാവ്, ശ്രീ M പ്രശാന്ത് മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ഈ ചർച്ചയിൽ ഉള്ളത്. ആദ്യം ശ്രീ ഷൈബു മഠത്തിൽ, ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ വളരെ ആസൂത്രിതമായ അട്ടിമറി നടന്നു എന്ന ഗുരുതര സ്വഭാവമുള്ള ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? നോക്കൂ നിഷാദ്, ഈ തെരഞ്ഞെടുപ്പിൽ BJP ഡൽഹിയിൽ ചർച്ചയാക്കാൻ ശ്രമിച്ചത് ആം ആദ്മി പാർട്ടി അഴിമതി നടത്തി എന്നുള്ളതും, അതായത് മദ്യനയ അഴിമതിയാണ് അവർ പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. രണ്ടാമത്തെ ഒരു ആരോപണം ശീഷ് മഹൽ എന്ന് പറഞ്ഞൊരു പ്രചരണമായിരുന്നു. അത് ഞങ്ങളിതൊക്കെ തെറ്റാണ്, ആ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്, വസ്തുതാവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഏത് വിഷയം ചർച്ചയാക്കണം, അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പൂർണ്ണമായി സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇലക്ഷൻ പ്രോസസ്സ് തന്നെ, ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, നേർക്കുനേരെയുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോസസ്സ് നടന്നിട്ടില്ലെങ്കിൽ, അത് നടന്നു എന്ന് ആളുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം തന്നെ, ജനാധിപത്യത്തിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഞങ്ങൾ ഈ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഹരിയാന ഇലക്ഷൻ, അതുപോലെ മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കണ്ട ഒരു പ്രോസസ്സാണ്. 2 ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി ഒരു കാര്യം പറഞ്ഞിരുന്നു. മഹാരാഷ്ട്രയിൽ 5 മാസത്തിനിടെ, ലോക്സഭാ ഇലക്ഷനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള 5 മാസത്തിനിടെ 39 ലക്ഷം വോട്ടുകൾ പുതുതായി ചേർക്കപ്പെട്ടു എന്നുള്ളത്. ഈ 39 ലക്ഷം എന്ന് പറയുന്നത് 5 വർഷത്തിനിടെ സാധാരണഗതിയിൽ ഉണ്ടാവാത്ത ഒരു വർധനവാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് നിരീക്ഷിക്കാനും അതിലെന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് ഉണ്ടോ എന്ന തോന്നൽ, എന്ന ആശങ്ക ആദ്യം ഉണ്ടാവേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിഞ്ഞ മാസം അവസാന വാരം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന അറൗണ്ട് ആ സമയത്ത് അരവിന്ദ് കെജ്രിവാൾ ഇലക്ഷൻ കമ്മീഷനെ കണ്ട് 3000 പേജുള്ള ഒരു പരാതി, അതായത് ഞങ്ങൾ അറ്റാച്ച് ചെയ്ത ഡോക്യുമെൻസിൻ്റെ പേജുകളുടെ എണ്ണമാണ് 3000 പേജ്, എവിഡൻസോട് കൂടിയ ഒരു പരാതി ഞങ്ങൾ കൊടുത്തിരുന്നു.
ആ പരാതിയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു വിവിധ നിയമസഭാ മണ്ഡലങ്ങളായി, ഡൽഹിയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലായി വളരെ സിസ്റ്റമാറ്റിക്കായി വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ തെളിവുകൾ സഹിതം കൊടുത്ത ഒരു പരാതിയാണ്. അതിൽ നടപടിയെടുക്കും എന്നുള്ളത്, അത് പ്രൊസീജിയർ അനുസരിച്ചുള്ള നടപടിയെടുക്കും, അതിൽ വെരിഫിക്കേഷൻ നടത്തും എന്നായിരുന്നു അന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. ഇതിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ചില മണ്ഡലങ്ങളിൽ, അതായത് ഷാദ്ര എന്ന മണ്ഡലത്തിൽ 10,000-ത്തിലധികം വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള അപേക്ഷയാണ് കൊടുത്തത്. നമ്മളിതിൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കണം. ഒന്നാമത്തത്, ഇങ്ങനെ ഈ ഒരു വോട്ട് നീക്കം ചെയ്യലും വോട്ട് ചേർക്കലും ഒരു റെഗുലർ പ്രോസസ്സാണ്. അതെല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ മാൽ പ്രാക്ടീസ് നടത്താനായി അതിൻ്റെ റൂൾസ് ഉണ്ടാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള റൂൾസ് ഉണ്ട്, അവരുടെ മാനുവലുണ്ട്, ഇലക്ഷൻ മാനുവലുണ്ട്. അത് പ്രകാരം ചില നടപടിക്രമങ്ങൾ അതിലുണ്ട്. അതിൽ തന്നെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ബൾക്കായ അപേക്ഷകൾ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആർക്ക് വേണമെങ്കിൽ, അതായത് ഒരു വ്യക്തിയുടെ റോളിൽ നിന്ന് ഒരു വ്യക്തിയുടെ പേര് നീക്കം ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും അപേക്ഷ കൊടുക്കാം എന്നുള്ള വളരെ ഗുരുതരമായ പ്രശ്നമുണ്ട്. അപ്പം എതിർ പാർട്ടിയിലെ BJP-യുടെ ഇലക്ഷൻ ഏജന്റുമാരാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. അത് ഫോം 7 ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് ഒരു വ്യക്തിയിൽ നിന്ന് 10-ലധികം ഫോമുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഈ റൂൾസിൽ തന്നെ, മാനുവലിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിന് പല നമ്പർ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. ഇത്ര 30 എണ്ണത്തിൽ കൂടുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള സൂപ്പർവൈസറി ഓഫീസർ പരിശോധിക്കണം എന്ന തരത്തിലുള്ള റൂൾസ് ഉണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ കാണുകയാണെങ്കിൽ, ബൾക്കായിട്ടുള്ള റിമൂവലിനുള്ള പരാതികൾ ഫോം 7 ലഭിക്കുകയാണെങ്കിൽ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്? എന്താണ് ഇലക്ഷൻ കമ്മീഷന് തന്നെ അതിലൊരു സംശയം തോന്നേണ്ടതല്ലേ? അതിനാണല്ലോ നമ്മൾ ഭരണഘടനാ പദവി നൽകി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇലക്ഷൻ കമ്മീഷന് സവിശേഷമായ അധികാരങ്ങൾ നൽകി വെച്ചിരിക്കുന്നത്. അവർക്ക് സ്വമേധയാ കേസെടുക്കാം. ഇപ്പോൾ കള്ളവോട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു ക്രിമിനൽ ഒഫൻസാണ്. പക്ഷേ ഇലക്ഷൻ റോളിൽ നിന്ന് അനധികൃതമായി അല്ലെങ്കിൽ ഈ തരത്തിൽ ബൾക്ക് അപേക്ഷ നൽകി പേരുകൾ റിമൂവ് ചെയ്യുന്നത് ഇതുവരെ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല. അത് ക്രിമിനൽ ഒഫൻസ് ആക്കണം എന്ന് ശുപാർശ ചെയ്യേണ്ടത് പോലും ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ നമ്മൾക്കിപ്പം മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്കറിയാം. എന്തുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കമ്മീഷൻ വേണ്ടി വരുന്നത്? ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ വരാത്ത ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യപ്പെട്ടാൽ അതൊരു ഒഫൻസാണ് എന്ന് ശുപാർശ ചെയ്ത് കേസെടുക്കാൻ ശുപാർശ ചെയ്യലാണല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പണി. അതുപോലെ ഈ കാര്യത്തിലൊരു മാൽ പ്രാക്ടീസ് ഒരു പ്രോസസ്സ് കാണുന്നു, ഇത് സംശയകരമാണ് എന്ന് കണ്ടെത്തി സർക്കാരിനോ മറ്റ് ഏജൻസികൾക്കോ ഇത് ട്രാക്ക് ചെയ്യാനും ഇതിലേതെങ്കിലും തരത്തിലുള്ള ഒരു കോൺസ്പിറസി ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ട ചുമതല, ആ ഉത്തരവാദിത്തമുള്ള ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ സംശയം പോലും തോന്നിയില്ലെങ്കിൽ ഒന്നുകിൽ ഇലക്ഷൻ കമ്മീഷൻ വളരെ ഇൻഎഫിഷ്യൻ്റ് ആണ് എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് വീഴ്ച പറ്റി. അപ്പോൾ ആളുകളിൽ സംശയം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തെപ്പറ്റി, അവരുടെ ഉദ്ദേശങ്ങളെപ്പറ്റി. ഞങ്ങളത് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ കണക്കുകൾ സഹിതം ഇത് റേസ് ചെയ്യാനാണ് സാധിക്കുക. ഞങ്ങളത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നടന്ന വലിയ തോതിലുള്ള വെട്ടിനീക്കലുകളുടെ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഞങ്ങൾ BLOമാരെ വിട്ട്, ബൂത്ത് ലെവൽ ഓഫീസർമാരെ വിട്ട് അത് വെരിഫൈ ചെയ്യുന്നുള്ളതാണ്. എൻ്റെ പോയിന്റ്, അത്തരത്തിലൊരു പ്രൊസീജിയറൽ വെരിഫിക്കേഷൻ പോരാ, വലിയ ബൾക്കായിട്ട് ചേർക്കലും ബൾക്കായിട്ട് റിമൂവ് ചെയ്യലും വരുമ്പോൾ അതിന് പിന്നിൽ ആരാണ്, അതിനകത്തൊരു കോൺസ്പിറസി ഉണ്ട്, അതിൽ ഇലക്ഷൻ പ്രോസസ്സ് അട്ടിമറിക്കാനുള്ള ഒരു പരിശ്രമമുണ്ട് എന്ന തോന്നലുണ്ടാവുകയും അത് പരിശോധിക്കും, പ്രത്യേകമായി ആ അറ്റംപ്റ്റ് പരിശോധിക്കുകയും വേണം, അതിലൊരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള കാര്യം. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നോക്കൂ ഷൈബു, കുറേ അധികം കാര്യങ്ങൾ കാണാൻ കഴിയും. അസാധാരണമായി ഏതാണ്ട് 27% വോട്ടുകൾ കുറയുന്നു. മൊത്തം ഭൂരിപക്ഷത്തെ അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിലാണ് വോട്ടുകൾ കുറഞ്ഞിട്ടുള്ളത് എന്ന് കാണാം. നിങ്ങൾ പരാതി കൊടുക്കുന്നു, അസാധാരണമായിട്ടുള്ള ബൾക്ക് ആപ്ലിക്കേഷൻ വരുന്നു, അത് പരിശോധിക്കാൻ സംവിധാനം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ കമ്മീഷൻ അത് ചെയ്യുന്നില്ല. പലയിടത്തും ഇത്തരം അസാധാരണ സംഗതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കമ്മീഷന് കൃത്യമായ മറുപടിയില്ല. എന്ന് വെച്ചാൽ കമ്മീഷൻ അതിന് അരുനിന്നു കൊടുത്തു എന്ന് നിങ്ങൾ ആരോപിക്കുന്നുണ്ടോ? നോക്കൂ നിഷാദ്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സവിശേഷ അധികാരങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നിയമമുണ്ട്. നമുക്ക് കോടതികളുടെ തീരുമാനത്തെ വിമർശിക്കാം, പക്ഷേ അതിനപ്പുറം നമുക്ക് കോടതികളെ ജഡ്ജിമാരെ വിമർശിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമം ഇലക്ഷൻ കമ്മീഷനെതിരെ ഇല്ലെങ്കിൽ കൂടി ഇന്ത്യയിലെ പൗരന്മാർ എന്നുള്ള നിലയ്ക്ക്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക്
ഒരു പരിമിതിയുണ്ട്. നമുക്കിതൊക്കെ തുറന്നു കാണിക്കാം. തുറന്നു കാണിക്കുന്നതിനപ്പുറം പറയുന്നതിനൊരു പരിമിതികളുണ്ട്. പക്ഷേ ഇത് തുറന്നു കാണിക്കൽ നമ്മുടെ ജോലിയാണ്. അതുകൊണ്ട് ഈ തെളിവുകൾ സംസാരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ തെളിവുകൾ മുന്നോട്ട് വെച്ച് തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതിയാവും. സംസാരിക്കുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന പോയിന്റ് അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് വന്നു. ശ്രീ പത്മനാഭൻ BJPയുടെ പ്രതിനിധി നമ്മോടൊപ്പം. ശ്രീ പത്മനാഭൻ, ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള കണക്കുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആളുകളുടെ വോട്ട് നീക്കുന്നതിൽ സംഭവിച്ച അൺയൂഷ്വൽ ആയിട്ടുള്ള സംഗതികൾ, ഇത് വിശദീകരിക്കപ്പെടേണ്ടതല്ലേ? അല്ല, ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം. അത് ചെയ്യണം വിത്ത് എവിഡൻസ്. ഈ രാജ്യത്തെ എത്ര തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്? ഈ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിൻ്റെ തെരഞ്ഞെടുപ്പ് വരെ റദ്ദാക്കിയിട്ടില്ലേ? അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ കൈവശത്തിലോ ഇനി കോൺഗ്രസിൻ്റെ കൈവശത്തിലോ ഡൽഹി ഇലക്ഷനിൽ വല്ല തിരിമറിയും നടന്നിട്ടുണ്ട് എന്ന് തെളിവുകളുണ്ടെങ്കിൽ ഡൽഹി ഹൈക്കോടതിയെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. ഇന്നലത്തെ തീയതി ഫെബ്രുവരി 8. മാർച്ച് 8-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുക. അത് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കേസ് കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റിനും കേസ് കൊടുക്കാം. അതല്ലാതെ മറ്റു മാർഗങ്ങൾ അതില്ല. പിന്നെ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഒമർ അബ്ദുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഒമർ അബ്ദുള്ള പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസ്സുകാരോട്, അത് നിങ്ങൾക്കും ബാധകമാണ്. ഈ തോൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയും കുറ്റം പറയരുത്. ഈ തോൽക്കുമ്പം മാത്രമുള്ള കുറ്റം പറയൽ അത്ര നല്ല സ്വഭാവമല്ല എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആ പ്രസ്താവനയൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നിങ്ങൾക്ക് പരാതി തീരുന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം എന്ന പോയിന്റ് താങ്കൾ മുന്നോട്ട് വെക്കുന്നത് അവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ ജയിച്ചപ്പോൾ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കുള്ള മറുപടി എന്താണ് എന്നാണ്. ഇപ്പോൾ കമ്മീഷനെ സമീപിക്കാനോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനോ ഉള്ള സാധ്യതകളെ കുറിച്ച് അവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇവിടെ ഇപ്പോൾ 2020 മുതൽ 2024 വരെ 37,000-ഓളം ആളുകളുടെ വോട്ട് കുറയുന്നു. 27% ആളുകൾക്ക് ഒറ്റയടിക്ക് വോട്ട് കുറയുന്നു. ആകെയുള്ള 4-ൽ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ വരുന്നു. കഴിഞ്ഞ തവണ എത്ര വോട്ടിനാണോ കെജ്രിവാൾ ജയിച്ചത് അത്രയും വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുന്നു. 4,000 വോട്ടിന് കെജ്രിവാൾ തോൽക്കുന്നു. അപ്പോൾ അതിനകത്തുള്ള അന്വേഷണ സംഗതികളെ ചൂണ്ടിക്കാണിക്കുന്നു ആം ആദ്മി പാർട്ടി. എന്ന് വെച്ചാൽ ഇത്രയും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പാടില്ല. ആപ്ലിക്കേഷൻ കൊടുത്തത് മുഴുവൻ നിങ്ങളാണ്. നിങ്ങളുടെ ഭാഗത്താണ് ബൾക്ക് ആപ്ലിക്കേഷൻ വന്നത്. ഒരാൾ തന്നെ പല തവണയായി ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. ഇവയൊന്നും പരിഗണിക്കപ്പെട്ടില്ല. 3000 പേജുള്ള തെളിവുകൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷവും അവ എക്സാമിൻ ചെയ്യപ്പെടുകയോ അതിന്മേലുള്ള തുടർ നടപടി ഉണ്ടാവുകയോ ചെയ്തില്ല. അതിൻ്റെ എല്ലാം ബെനഫിഷ്യറി BJP ആണ് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം എന്നിരിക്കെ അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ നിങ്ങൾക്കൊരു ബാധ്യതയുമില്ല എന്നാണോ BJP കരുതുന്നത്? പരാതിയുള്ളവർ കോടതിയിൽ പോട്ടെ, ഞങ്ങൾ ഉത്തരം പറയില്ല എന്നാണോ? ഞങ്ങൾ എന്ത് ഉത്തരം പറയാൻ? ഇതിപ്പോൾ സ്ഥിരം പരിപാടിയല്ലേ. എത്ര കാലമായി തുടങ്ങിയിട്ട്. തോറ്റു കഴിഞ്ഞാൽ ഉടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും EVM-നും കുറ്റം. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഒരു ദിവസമാണ് ഇലക്ഷൻ വോട്ട് എണ്ണിയത്. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം ജയിച്ചു, മഹാരാഷ്ട്രയിൽ NDA ജയിച്ചു. കുറ്റം മഹാരാഷ്ട്രയിലെ വോട്ടിംഗ് മെഷീന് മാത്രം. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഒരു ദിവസമാണ് വോട്ട് എണ്ണിയത്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം ജയിച്ചു, ഹരിയാനയിൽ BJP ജയിച്ചു. അപ്പോൾ കുറ്റം ഹരിയാനയിലെ വോട്ടിംഗ് മെഷീന് മാത്രം. ജമ്മു കാശ്മീരിലെ വോട്ടിംഗ് മെഷീൻ നല്ല വോട്ടിംഗ് മെഷീൻ, ജാർഖണ്ഡിലെ വോട്ടിംഗ് മെഷീൻ നല്ല വോട്ടിംഗ് മെഷീൻ, തെലുങ്കാനയിലെ വോട്ടിംഗ് മെഷീൻ നല്ല വോട്ടിംഗ് മെഷീൻ, കർണാടകത്തിലെ വോട്ടിംഗ് മെഷീൻ നല്ല വോട്ടിംഗ് മെഷീൻ, കർണാടകത്തിലെ ഇലക്ഷൻ കമ്മീഷൻ നല്ല കമ്മീഷൻ, തെലുങ്കാനയിലെ ഇലക്ഷൻ കമ്മീഷൻ നല്ല കമ്മീഷൻ, കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ നല്ല കമ്മീഷൻ, നല്ല വോട്ടിംഗ് മെഷീൻ. ഇവർ തോൽക്കുന്നിടത്തൊക്കെ മാത്രം മോശം. അതാ പറയുന്നത്. ഇതൊക്കെ എന്താ പറയുക, പരിഹാസ്യരാവണ്ട. ഇവർ സ്വയം പരിഹാസ്യരാവണ്ട. നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അത്രയ്ക്കൊക്കെ വലിയ തെളിവൊക്കെ ഉണ്ടെങ്കിൽ ചെല്ലുക, നിങ്ങൾ കോടതി ചെല്ലുമെന്ന്. ഡൽഹി ഹൈക്കോടതി BJPയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന BJPയുടെ പോഷക സംഘടനയൊന്നുമല്ല. അത് കഴിഞ്ഞാൽ മേലെ സുപ്രീം കോടതിയുണ്ട്, അതും BJPയുടെ പോഷക സംഘടനയല്ല. BJP പറഞ്ഞാൽ കേൾക്കുന്ന ജഡ്ജിമാരൊന്നല്ല അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ സംവിധാനമൊക്കെ ഉപയോഗിക്കൂ. പരിഹാസ്യരാവണ്ട. അതാണ് രാഷ്ട്രീയ മറുപടി. വെറുതെ തോൽക്കുമ്പം മാത്രം ഒമർ അബ്ദുള്ള പറഞ്ഞില്ലേ, അത് വീണ്ടും ആവർത്തിക്കുകയാണ്. പരിഹാസ്യരാവണ്ട. അല്ല, ഇത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ആരോപണമല്ല. പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും പരിശോധിക്കാൻ കഴിയുന്ന കണക്കുകളാണ്. ഇന്ന് പല ദിനപത്രങ്ങളും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 2020 മുതൽ 24 വരെ വർദ്ധിച്ചതിനേക്കാൾ കൂടുതൽ 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം 2025 തുടക്കത്തിലെ നിയമസഭാ ഇലക്ഷനിടയ്ക്ക് കൂടിയത് അസാധാരണമായ വർധനയാണ് പലയിടങ്ങളിലും. അതേസമയം 27% വോട്ടൊക്കെ ഒരു മണ്ഡലത്തിൽ വെട്ടിക്കളയുക, അങ്ങനെ വെട്ടിക്കളയാനുള്ള ആപ്ലിക്കൻസ് മുഴുവൻ നിങ്ങളുടെ ആളുകളാവുക, അവയെല്ലാം അസാധാരണത്വം സംശയിക്കാതെ കമ്മീഷൻ സമ്മതിച്ചു തരിക.
എന്ന ഇടത്ത് കൂടുതൽ വിശദീകരണം ആവശ്യമില്ലേ? ഇത് വളരെ വളരെ സോളിഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള സംഗതികളാണ് മുന്നിലേക്ക് വെക്കുന്നത്. അല്ലാതെ വായുവിലുള്ള ആക്ഷേപമല്ല, കമ്മീഷൻ്റെ മെഷീനുകൾ പ്രശ്നമാണ് എന്ന ആക്ഷേപമല്ല, ഇത് കണക്കുകളാണ്. അപ്പോൾ താങ്കൾ എന്താണ് പറയുന്നത്? സാധാരണയാണ് ഒരു മണ്ഡലത്തിൽ ഈ 30% വോട്ടൊക്കെ വെട്ടിക്കളയുക, അതിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ബെനിഫിഷ്യറി ഒരു പാർട്ടിയായി മാറുക, അതൊരു സാധാരണ സംഗതിയാണെന്ന് BJP വിചാരിക്കുകയും പറയുകയും ചെയ്യുന്നു. BJP ഇത്രേ പറയുന്നുള്ളൂ. ഇലക്ഷൻ ഇവരുടെ ആരോപണത്തിന്റെ രത്ന ചുരുക്കം എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു. BJP വെട്ടിക്കളയാൻ പറഞ്ഞ പേരുകളൊക്കെ വെട്ടിക്കളഞ്ഞു, BJP ചേർക്കാൻ പറഞ്ഞ പേരുകളൊക്കെ ചേർത്തു. ഇവർ വെട്ടിക്കളയാൻ പറഞ്ഞ പേരുകളൊന്നും വെട്ടിക്കളഞ്ഞില്ല, ഇവർ ചേർക്കാൻ കൊടുത്ത പേരുകളൊന്നും ചേർത്തില്ല. ഇതാണല്ലോ ഇതിന് രത്ന ചുരുക്കം. എന്ന് വെച്ചാൽ കമ്മീഷൻ പക്ഷപാതപരമായി BJPക്ക് അനുകൂലമായി പെരുമാറി. അങ്ങനെ കമ്മീഷൻ പെരുമാറിയാൽ അതിനാണ് ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത്. ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത് അതിനല്ലേ? അതല്ലേ 1971 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ നടന്നത്. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി സർക്കാർ വാഹനങ്ങൾ ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്, ഗവൺമെന്റ് ജീപ്പുകൾ. പിന്നെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ ഏജന്റ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് രണ്ടും രാജനാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ തെളിയിച്ചു. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദാക്കിയത്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന്. ഇവർ മൊത്തം എപ്പോഴും ഇലക്ഷൻ പ്രോസസ്സിനെ സംശയിക്കുന്നവരാണെന്ന് പൊതുവായ ഒരു മറുപടി പറയല്ലേ? ഞാൻ ചോദിക്കുന്നത്, പർവേസ് ശർമ്മ എന്നയാൾ കെജ്രിവാളിനെ തോൽപ്പിച്ച് ജയിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ 3 വോട്ടേ ഉള്ളൂ, ഇപ്പോൾ 33 വോട്ടുണ്ട്. BJP കേന്ദ്രമന്ത്രിമാരുടെയും MP-മാരുടെയും എല്ലാം വീടുകളുടെ പേരുകളിൽ വലിയ തോതിൽ വോട്ട് കൂട്ടി. അതിനൊരു ഉദാഹരണമാണ് പർവേസ് ശർമ്മയ്ക്കെതിരെ സുധാ രാമലിംഗ ഉന്നയിക്കുന്നത്. അത് കണക്കായിരിക്കുമല്ലോ, അത് വായുവിലുള്ള അടിയല്ലല്ലോ. അപ്പോൾ അതിന് മറുപടി പറയണ്ടേ? അല്ല, പർവേസ് ശർമ്മ ജയിച്ചത് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ 10 കൊല്ലം ജനങ്ങളെ പറ്റിച്ചത് കൊണ്ടാണ്. കഴിഞ്ഞ 10 കൊല്ലമായി, 13 കൊല്ലമായി ജനങ്ങളെ പറ്റിക്കലാണ് പരിപാടി. ഞാൻ ഒറ്റ ഉദാഹരണം തരാം. ഈ അരവിന്ദ് കെജ്രിവാൾ ഇത്രയും വലിയ നേതാവായത് എങ്ങനെയാ? അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി അതിൽ അണ്ണാ ഹസാരയുടെ സഹപ്രവർത്തകനായി കയറിക്കൂടി അങ്ങോട്ട് ഡൽഹിയിൽ വെച്ച് ഈ രാജ്യത്ത് നടക്കുന്ന അഴിമതിക്കെതിരെ പ്രസംഗിച്ച്, കോൺഗ്രസിനെതിരെ പ്രസംഗിച്ച്, ചിദംബരത്തെ ജയിലിലിടണം, ലോക്പാൽ പാസ്സാക്കണം, മൻമോഹൻ സിംഗിനെ ജയിലിലിടണം, സോണിയനെ ജയിലിലിടണം, കോൺഗ്രസ്സുകാരെ മുഴുവൻ ജയിലിലിടണം, കോൺഗ്രസ്സാണ് ഇന്ത്യയിൽ അഴിമതി മുഴുവൻ നടത്തുന്നതെന്ന് പറഞ്ഞ് 2013 27 സീറ്റ് കിട്ടി. ഞങ്ങൾക്ക് 31 സീറ്റ് കിട്ടി. ഞങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ ശേഷിയില്ല. ഉടനെ കോൺഗ്രസിൻ്റെ പിന്തുണ നേടി അധികാരത്തിൽ വന്നു. അതിനുശേഷം സ്വന്തം നില അധികാരത്തിൽ വന്നു. കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തു. ചിലതൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പറ്റി, ചിലതൊക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുറച്ചൊക്കെ വാഗ്ദാനം പാലിച്ചല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ വീണ്ടും വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി വാഗ്ദാനങ്ങൾ കൊടുത്തു. യമുന ശുദ്ധമാക്കും, കുടിവെള്ളം എത്തിക്കും, റോഡ് നന്നാക്കും എന്ന് വേണ്ട, ഭൂമിക്ക് ആകാശത്തിന് താഴെയുള്ള എല്ലാം റെഡിയാക്കും എന്ന് പറഞ്ഞു. അത് മുഴുവൻ പരാജയപ്പെട്ടു. ഇങ്ങനെ ആളുകളെ പറ്റിച്ച്, ആളുകളെ വഞ്ചിച്ച് ഇവിടെ ഡൽഹിയിലെ ജനങ്ങൾ കോവിഡ് കാലത്ത് ബുദ്ധിമുട്ടുമ്പോൾ ഇന്നുവരെ പണി എന്തായിരുന്നു? 41 കോടി രൂപയാണ് ഇങ്ങോരുടെ ബംഗ്ലാവ് മോടി പിടിപ്പിക്കാൻ ചെലവാക്കിയത്. മൊത്തം ചെലവ് ആ കോമ്പൗണ്ടിനുള്ളിൽ മൊത്തം ചെലവാക്കിയത് 100 കോടി രൂപയാണ്. ആ ബംഗ്ലാവ് മാത്രം മോടി പിടിപ്പിക്കാൻ 41 കോടി രൂപ. ഡൽഹിയിലെ ജനങ്ങൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ, കോവിഡ് കാരണം ബുദ്ധിമുട്ടുമ്പോൾ, ഇങ്ങനത്തെ എല്ലാവിധ തട്ടിപ്പും നടത്തിയത് കൊണ്ടാണ് തോറ്റത്. വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് നിശ്ചയമായും ചൂണ്ടിക്കാണിക്കാം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഷാദ്ര എന്നൊരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിൽ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ, തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് 2024 പൊതു തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലം 4 വർഷം കൊണ്ട് കൂടിയത് 4500 വോട്ടാണ്. അതിനുശേഷമുള്ള 7 മാസമുണ്ടല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന 7 മാസം, അതിനിടയ്ക്ക് 8000 വോട്ട് കൂടി അവിടെ അഡീഷണൽ കൂടി. 4 വർഷം കൊണ്ട് കൂടിയത് 4000, 7 മാസം കൊണ്ട് കൂടിയത്, ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി മാത്രമായി കൂടിയത് അതിൻ്റെ ഇരട്ടി വോട്ടുകൾ. സംശയം ഉണ്ടാക്കില്ലേ ആർക്കും? ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും, ഏത് പൊതുപ്രവർത്തകനും സംശയം ഉണ്ടാക്കില്ലേ? അത് വിശദീകരിക്കാതെ നിങ്ങൾ കാടും പടപ്പും തല്ലുന്നത് എന്തിനാണ്? അല്ല, അത് സംശയം ഇതൊരു ഹർജിയിൽ പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് ഹർജിയിൽ പറഞ്ഞാൽ കേൾക്കുന്ന ഹൈക്കോടതി ജഡ്ജിന് വരെ പ്രഥമ ദൃഷ്ട്യാ സംശയം തോന്നും, ഇതെന്താ അങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ അത് തെളിയിക്കണം. പിന്നെ വയലുനാ കൊണ്ട് പറഞ്ഞാൽ പോരല്ലോ. ഇപ്പോൾ കേൾക്കുന്ന ആർക്കും സംശയം തോന്നും. അതായത് 4 വർഷം കൊണ്ട് 4000 വോട്ട് കൂടി, 6 മാസം കൊണ്ട് 5000 വോട്ട്, 8000 വോട്ട് കൂടി പറഞ്ഞാൽ കേൾക്കുന്ന ആർക്കും സംശയം തോന്നും. അപ്പോൾ ഇത് തെളിയിക്കണം. ഇത് തെളിവ് സഹിതം അവിടെ രേഖപ്പെടുത്തി തെളിയിച്ച്, ഇതൊന്നും ആ മണ്ഡലത്തിലുള്ള വോട്ടർമാരല്ല, ഇതൊക്കെ ലിസ്റ്റ് ഉണ്ടാവുമല്ലോ അതിൻ്റെ അകത്ത്. ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ടോ അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അതല്ലെങ്കിൽ വോട്ടർ ID കാർഡോ ഇതൊന്നും ഇല്ലാണ്ട് ആർക്കും വോട്ട് ചെയ്യാൻ പറ്റൂലല്ലോ.
അപ്പോൾ ഇതൊക്കെ നടന്നതൊക്കെ കൃത്രിമമാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കും. കാരണം ഇത്രയും വലിയ വ്യത്യാസമുണ്ട്, ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് തെളിവ് ഇവരെടുത്തുണ്ടാവണമല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ വക കാര്യങ്ങളായി മുന്നോട്ട് പോകണം ഇവർ. അല്ലാണ്ട് വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. പത്രസമ്മേളനം നടത്തിയിരുന്ന ഒരു ചുക്കും ചുണ്ണാമ്പ് 3000 പേജുള്ള തെളിവുകൾ അടങ്ങിയ പരാതി കൊടുത്തിട്ട് കമ്മീഷൻ അതേക്കുറിച്ച് തുടർച്ചയൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ആ തുടർച്ച ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ കമ്മീഷൻ അങ്ങനെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിൻ്റെ, അത് ഫ്രീസറിൽ വെച്ചതിൻ്റെ ഗുണം കിട്ടിയത് നിങ്ങൾക്കാണെന്ന്. അല്ല, അത് ഒരു വലിയ ആരോപണമാണ്. ഇവരെടുത്ത ആ 3000 പേജ് പണ്ട് ഒരു തെളിവിൻ്റെ കഥ പറഞ്ഞിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു, ഷീലാ ദീക്ഷിത്തിനെതിരെ എനിക്ക് 300 രേഖകളുണ്ടെന്ന്. ഷീലാ ദീക്ഷിത്തിൻ്റെ അഴിമതിയെപ്പറ്റി എൻ്റെ അടുത്ത് 300 രേഖകളുണ്ടെന്ന്. ഇദ്ദേഹത്തിനോട് BJPയുടെ ഡൽഹിയിലെ പ്രമുഖ നേതാവ് VK മൽഹോത്ര ചോദിച്ചു, അതൊന്നും എനിക്ക് അതിൻ്റെ ഒരു കോപ്പി തരുമെന്ന്. അപ്പോൾ കൊടുത്തത് എന്താ അറിയോ? ഷീലാ ദീക്ഷിത്തിനെതിരെ ഡൽഹിയിലെ വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തേൻ്റെ പേപ്പർ കട്ടിങ്സാണ് കൊടുത്തത്. ഇതാണ് ആം ആദ്മി പാർട്ടീൻ്റെ തെളിവ്. അപ്പോൾ ഇവരങ്ങനെ പലതും പറയുന്നു, ഇതൊക്കെ കോടതി കൊടുക്കട്ടെ എന്ന്. ഇവരടുത്ത് അങ്ങനെ പല നമ്പറും ഉണ്ട്. അതൊന്നും കണ്ട് നിങ്ങളാരും ബേജാറാവണ്ട. അനിൽ ബോസ് കോൺഗ്രസ് നേതാവ്, ശരി, അതാണ് കോടതിയെ സമീപിക്കട്ടെ, തെളിവുണ്ടെങ്കിൽ കോടതിക്ക് പരിഗണിക്കാമല്ലോ എന്നാണ് അനിൽ ബോസ് കോൺഗ്രസ് നേതാവ്. അനിൽ ബോസ്, ആപ്പിനെതിരായാണ് നിങ്ങൾ മത്സരിച്ചത്, നിങ്ങളും തോറ്റു, ആപ്പും തോറ്റു. പക്ഷേ ഈ തോൽവിയുടെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ ചില കാര്യങ്ങൾ, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച ചില സമീപനവുമായി ബന്ധപ്പെട്ടത് ആപ്പ് ഉന്നയിക്കുകയാണ്. നിങ്ങൾക്ക് യോജിക്കാവുന്ന മേഖലയാണോ അത്? ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന ഈ അസാധാരണത്വങ്ങൾ, ഈ സംശയങ്ങൾ, ഈ പക്ഷപാത സമീപനങ്ങൾ, അത് പ്രധാനമാണെന്ന് കോൺഗ്രസും കരുതുന്നുണ്ടോ? ഒന്നാമത്തെ താങ്കളുടെ പ്രയോഗത്തോട് ഞാൻ വിയോജിക്കുകയാണ്. ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്കെതിരെ എന്നുള്ളതല്ല, ഡൽഹി നിയമസഭയിലേക്കാണ് മത്സരിച്ചത്. അവിടെ ഞങ്ങൾക്കെതിരെ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും എതിരെയാണ് മത്സരിച്ചത്. പ്രത്യേകിച്ച് BJPക്കും ആം ആദ്മി പാർട്ടിയുമാണ് അവിടെ മത്സരിച്ചതിൽ പ്രധാനപ്പെട്ട പാർട്ടികൾ. അവർക്കെതിരെ തന്നെയാണ് മത്സരിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ മാത്രമല്ല മത്സരം. അതാണ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവരിന്ന് പറയുന്ന, ഇപ്പോൾ ആം ആദ്മി പറയുന്ന ഈ കാര്യങ്ങൾ എത്രയോ കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന, ഇവിടെ നമ്മൾ ജനകീയവൽക്കരിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പം BJPയുടെ പ്രതിനിധി പറയാണ്, കർണാടക ജയിക്കുമ്പോൾ നിങ്ങൾക്ക് പരാതിയില്ലല്ലോ, ഹിമാചലിൽ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് പരാതിയില്ലല്ലോ, കാശ്മീരിൽ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് പരാതിയില്ലോ. ഞങ്ങൾക്ക് പരാതിയില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? ഞങ്ങൾക്ക് പരാതി ഉണ്ടല്ലോ. ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക്, ഇന്ത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായിരുന്ന 234 സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് 241 സീറ്റാണ്. ഞങ്ങൾ അധികാര കുതിര കച്ചവടം നടത്താൻ പ്രാപ്തരല്ലല്ലോ. ഞങ്ങളുടെ കൂടെ 241 പേരുണ്ട്. ആ 241 പേരുള്ളപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100ഓളം സീറ്റിലെ തോൽവിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾ ജയിച്ച സ്ഥലത്ത് സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഞങ്ങളുടെ കൃത്യവും വ്യക്തവുമായ നിലപാടാണ്. അങ്ങനെ കൃത്യവും വ്യക്തവുമായ നിലപാടാണ്. ആ നിലപാടിന്റെ കാര്യം എന്താ? നിലപാടിന്റെ കാര്യം, നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ, ഒരു പോളിംഗ് ബൂത്തിൽ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നടക്കുന്ന സംഭവം എന്താ? ആ പോളിംഗ് ബൂത്തിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, 2 പോളിംഗ് ഏജന്റും പ്രിസൈഡിംഗ് ഓഫീസറും അടക്കം സൈൻ ചെയ്ത് 1000 വോട്ടുണ്ടെങ്കിൽ അവിടെ എത്ര വോട്ട് പോൾ ചെയ്തു? 800 വോട്ട് പോൾ ചെയ്തു. ആ 800 വോട്ട് പോൾ ചെയ്തു എന്ന് ടാലി ചെയ്ത് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പിരിയുന്നത്. പക്ഷെ കൗണ്ട് ചെയ്യുമ്പോൾ അത് 900 വന്നാൽ ഈ പറയുന്ന പോളിംഗ് ഏജന്റുമാരും പ്രിസൈഡിംഗ് ഓഫീസറും ആരും കണക്ക് കൂട്ടുന്നതിനപ്പുറം വോട്ട് വന്നാൽ അതിൽ തെറ്റുണ്ട് എന്ന് വിമർശിച്ചാൽ അത് പരിശോധിക്കാനുള്ള ബാധ്യത ഇലക്ഷൻ കമ്മീഷനില്ലേ? പരിശോധിച്ചിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പല്ലല്ലോ, ഗുജറാത്തിൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഇലക്ഷൻ കമ്മീഷന് മാത്രമല്ല സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടല്ലോ. അതുപോലെ തന്നെ ഹരിയാനയിലെ പരാതി, ഞങ്ങൾ ഹരിയാനയിലെ 90 സീറ്റിലും പരാതി കൊടുത്തില്ലല്ലോ. ഞങ്ങൾ പരാതി കൊടുത്തത് 13 സീറ്റിൽ മാത്രമാണ്. എന്തുകൊണ്ടാണ് 13 സീറ്റിൽ കൊടുത്തത്? ആ 13 സീറ്റിൽ കൊടുത്തതിന് കൃത്യമായ ടെക്നിക്കൽ പരിശോധന നടത്തിയിട്ടാണ്. ഒരു തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോർച്ച് ഉപയോഗിച്ചാലും മൊബൈൽ ഉപയോഗിച്ചാലും ഫുൾ ചാർജ് ഇട്ട് ഉപയോഗിക്കാതിരുന്നാലും അതിൻ്റെ ചാർജ് കുറയും. അപ്പോൾ വോട്ടെണ്ണുന്ന സ്റ്റേഷനിലേക്ക് വരുമ്പോൾ 13 മണ്ഡലങ്ങളിലെ ഇലക്ട്രോണിക് മെഷീന് 100% ചാർജ് കാണിച്ചപ്പോഴും വോട്ടെണ്ണി വരുമ്പോൾ വോട്ട് പോൾ ചെയ്തു എന്ന കണക്കിനപ്പുറമുള്ള കണക്കുകൾ. മാത്രമല്ല, പോൾ ചെയ്യുന്ന വോട്ടുകളുടെ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ ബോധപൂർവ്വം മറച്ചു വയ്ക്കുക, സമയത്ത് വിടാതിരിക്കുക, പുറത്ത് വിടാതിരിക്കുക ചെയ്യുന്നു. വിടുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല 90 സീറ്റിലെയും തെരഞ്ഞെടുപ്പിൽ BJP ഏതെങ്കിലും സീറ്റിൽ ജയിച്ചിട്ടുള്ളതെല്ലാം ഞങ്ങൾ പരാതി പറഞ്ഞില്ല. 13 സീറ്റിലാണ് പരാതി പറഞ്ഞത്. മഹാരാഷ്ട്രയിലെ വളരെ കൃത്യമായ പരാതിയാണ്, വ്യക്തമായ ബോധ്യത്തോടു കൂടിയുള്ള പരാതിയാണ്. പലരും പറയുന്നു രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രസംഗിച്ചു. രാഹുൽ ഗാന്ധി ഇപ്പോഴല്ല,
തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടി ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആം ആദ്മി പറഞ്ഞല്ലോ, അവർ രേഖാമൂലം പരാതി കൊടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും അതിന്റെ പ്രാദേശിക നേതൃത്വവും കൃത്യമായ പരാതികൾ നൽകിയിട്ടുണ്ട്. ആരോടാണ് പരാതി പറയുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്വതന്ത്ര നിലപാടോടുകൂടി ഒരു പരാതി കിട്ടിയാൽ അത് സത്യസന്ധമായി പരിശോധിക്കേണ്ടതിന് പകരം ആ പരാതി കണ്ടു എന്ന് നടിക്കാൻ പോലും തയ്യാറാകാതെ പരാതിക്കാരെ തിരസ്കരിക്കുമ്പോൾ, പരാതിയെ പുച്ഛത്തോടു കൂടി തള്ളിക്കളയുമ്പോൾ, എന്നിട്ട് പറയാണ് കോടതി പൊയ്ക്കോളാൻ പറഞ്ഞാൽ കോടതിയുടെ പ്രോസസ്സ് എന്താ? കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അറിവിലും ബോധ്യത്തിലും 40-ലധികം കേസുകളുണ്ട് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ അകത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അയോഗ്യരാക്കേണ്ട കേസുകളുണ്ട്, ഇലക്ട്രോണിക് മിഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞുള്ള കേസുകളുണ്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൗണ്ട് ചെയ്തതിന് ശേഷം നടന്ന തിരിമറികൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കേസുകളുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, ഏറ്റവും അവസാനം ചണ്ഡീഗഡിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരെയുണ്ട്. ഈ കേസുകളെല്ലാം സുപ്രീം കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സുപ്രീം കോടതി അന്നത്തെ ദിവസം തന്നെ ഉത്തരവിടുവോ? സ്വാഭാവികമായിട്ടും ഈ കേസ് മാറ്റിവെച്ച് വർഷങ്ങൾ പോകും. 10 വർഷം കഴിഞ്ഞ കേസുകളുണ്ട് സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടവുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന കൃത്രിമങ്ങളുമായി ബന്ധപ്പെട്ടും. കോടതിയിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഈ കേസ് തീരാനായിട്ട് വർഷങ്ങൾ എടുക്കും. പക്ഷേ എൻ്റെ ചോദ്യം, ഈ ചർച്ചയിൽ ചോദിക്കുന്നത്, ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു ജനകീയ ഗവൺമെന്റ് ആണെങ്കിൽ ആ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ എന്ന്. ആ സ്വതന്ത്രമായി പ്രവർത്തിച്ച് അവർക്ക് കിട്ടുന്ന പരാതി അന്വേഷിക്കണേ. നമ്മൾ പഞ്ചായത്തിലെ ഒരു വോട്ടർ പട്ടികയിൽ പരാതി കൊടുത്താൽ എന്താ ചെയ്യുക? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടർ പട്ടികയിൽ പരാതി കൊടുത്താൽ എന്ത് ചെയ്യുക? കൺസേൺ ഓഫീസർ അവിടുന്ന് നോട്ടീസ് അയക്കും. ഈ വോട്ടറെ കുറിച്ച് ആക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ അഡ്രസ്സിലേക്ക് അയക്കും. അങ്ങനെ ഒരു അഡ്രസ്സിൽ ആളുണ്ടെങ്കിൽ അത് ശരിവെച്ച് കൊടുക്കുന്നതിന് ആർക്കും പരാതിയില്ല. സ്ഥലത്തില്ലാത്ത ആളാണെങ്കിൽ ഈ കത്ത് കിട്ടി തെളിവെടുപ്പിന് വരത്തില്ല. സ്വാഭാവികമായും ഈ നടക്കുന്ന മുഴുവൻ ഇലക്ഷനുകളിലും വളരെ കൃത്യമായ പരിശോധന നടന്നിട്ട് പോലും അതിന്റെ രേഖകൾ സഹിതം പരാതിപ്പെട്ട നൂറുകണക്കിന് കാര്യങ്ങൾ നമുക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചൂണ്ടിക്കാണിക്കാനുണ്ട്, ഇപ്പോൾ നടന്നിട്ടുള്ള ഡൽഹി തെരഞ്ഞെടുപ്പിലെയും ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഡൽഹിയിലെ ഏത് തെരഞ്ഞെടുപ്പിലും ഇരിക്കുന്ന ഗവൺമെന്റ് പരാജയപ്പെടുന്നത് മറുവിഭാഗത്തിന് ഭൂരിപക്ഷം കിട്ടുന്നതുകൊണ്ടാണെന്ന് നമുക്ക് വെറുതെ വ്യാഖ്യാനിച്ച് കടന്നു പോകാം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുണ്ടാവും, പ്രചരണ രീതികളുണ്ടാവും, ചെയ്ത പ്രവൃത്തികളുടെ ഉണ്ടാവും, അതൊക്കെ വേറെ കാര്യം. ഞാൻ രാഷ്ട്രീയം മാറ്റിവെച്ചാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. അവിടെ ആം ആദ്മി തോറ്റതോ BJP ജയിച്ചതോ ആംഗിൾ അല്ല ഞാൻ പറയുന്നത്. ഹരിയാനയിൽ 100%, ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യം, കർഷക സമരം, ഗുസ്തി താരങ്ങളുടെ പ്രശ്നം, അവിടെ നടന്നിട്ടുള്ള BJPക്കകത്തുള്ള തമ്മിലടി, ഇതെല്ലാം നടക്കുമ്പോൾ അവിടെ വളരെ കൃത്യമായി ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു. ആ ജയിക്കുന്നതിനുള്ള വീഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആം ആദ്മി പാർട്ടി 3 സീറ്റ് ചോദിച്ച് വഴക്കുണ്ടാക്കി മുഴുവൻ സ്ഥലത്തും സ്ഥാനാർത്ഥി നിർത്തിയത് കൊണ്ടാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിയാതെ പോയത്. 13 സീറ്റിലെ തർക്കം വേറെ, അവിടെ പരാജയപ്പെട്ടതിന് വേറെ കാരണമുണ്ട്. അതായത് ഈ 13 സീറ്റിൽ കൃത്രിമം BJP നടത്തിയാലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു. അവിടെ ഞങ്ങളോട് ഒരു മര്യാദ കാണിക്കാൻ ആം ആദ്മി പാർട്ടി തന്നെയാണ്. ഞാനൊന്ന് വരാം. അപ്പൊ ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടും പലവിധങ്ങളായ പരാതിയുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ശ്രീ M. പ്രശാന്ത്, മാധ്യമപ്രവർത്തകൻ. ശ്രീ പ്രശാന്ത്, ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും, മദ്യനയ അഴിമതിയിൽ ഞങ്ങളെ വേട്ടയാടുകയാണെന്ന് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് തെളിയിക്കും, ഞങ്ങൾ ജയിച്ചു വരും, വീണ്ടും സർക്കാർ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച അന്ന് തീരുമാനിക്കപ്പെട്ടോ ഇദ്ദേഹം ജയിക്കാൻ പാടില്ല എന്ന്? അങ്ങനെ അദ്ദേഹം ജയിക്കാൻ പാടില്ല എന്ന തീരുമാനം നടപ്പിലാക്കാൻ പലതരമുള്ള പ്രവൃത്തികൾ ഡൽഹിയിൽ നടന്നു എന്ന് സംശയിക്കാൻ ഉതകും വിധമുള്ള വിവരങ്ങൾ ഇപ്പോൾ വരികയാണോ പ്രശാന്ത്? തീർച്ചയായും നിഷാദ്, നമുക്ക് ഡൽഹിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഡൽഹി. ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിന് മറ്റ് പല സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന സർക്കാരുകൾക്കുള്ള പല അധികാരങ്ങളുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ അധികാരമാണ്, അല്ലെ പോലീസിന്റെ അധികാരമാണ്. ഡൽഹിയിലെ പോലീസിന്റെ അധികാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കാണ്. അതേപോലെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പക്ഷപാതപരമായാണ് ആ കമ്മീഷൻ പെരുമാറുന്നതെന്ന ആക്ഷേപം എത്രയോ കാലമായുണ്ട്. 1-2 മോഡി സർക്കാരുടെ ആ ഘട്ടം മുതൽ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഒരു നിഷ്പക്ഷത വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പോലീസ് ഒരു ഭാഗത്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭാഗത്ത്, ഈ 2 ഏജൻസികളും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഏറെ നിർണായകമാണ്. നമുക്കറിയാം, ഡൽഹി അസംബ്ലിയിൽ കഴിഞ്ഞ 27 വർഷമായി BJP അധികാരത്തിന് പുറത്താണ്, രാജ്യ തലസ്ഥാനമാണ്. തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹി പൂർണ്ണമായി തൂത്തുവാരുമ്പോഴും തൊട്ടു പിന്നാലെ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ദയനീയമായി തോൽക്കുന്ന ഒരു സ്ഥിതിയാണ് BJPക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ഡൽഹി പിടിക്കുക എന്നത് BJPയുടെ ഒരു പ്രധാന അജണ്ടയായിരുന്നു.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 7 സീറ്റിലും BJPക്ക് ജയിക്കാനായി. എന്നാൽ അതിന് മുമ്പുള്ള ഇലക്ഷനെ അപേക്ഷിച്ച് BJPയുടെ വോട്ട് ശതമാനം കുറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും തീർത്തും വിഭിന്നമാണ്. ഡൽഹിയിലും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളായി നമ്മൾ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം BJPക്ക് കൊടുക്കുന്ന അതേ ജനങ്ങൾ തൊട്ട് പിന്നാലെ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ കെജ്രിവാളിനും ആം ആദ്മിക്കും വോട്ട് ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഡൽഹിയിൽ BJPയുടെ വോട്ട് നില പിന്നോക്കം പോയി. ജയിച്ച സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ ഇടിവുണ്ടായി. ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിലാണ് മത്സരിച്ചതെങ്കിൽ അവർക്കൊരു സീറ്റിൽ പോലും ജയിക്കാനായില്ല എങ്കിൽ കൂടി ഈ വോട്ട് നിലയിൽ ഇടിവുണ്ടായത് BJP നേതൃത്വത്തിൽ ആശങ്ക ഉളവാക്കി. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഡൽഹി പിടിക്കുക എന്ന ഒരു അജണ്ടയുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു പ്രവർത്തനം പോരാ എന്ന തോന്നൽ BJP നേതൃത്വത്തിനുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവർ വളരെ കൃത്യമായി അവരുടെ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ, വോട്ടുകൾ ചേർക്കുന്നതിൽ അതിൽ വലിയ ആക്ഷേപങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുകയാണ്. ഡൽഹിയിലുള്ള വോട്ടുകളല്ല, ഡൽഹിക്ക് പുറത്തുള്ള വോട്ടുകളാണ്. നമുക്കറിയാം BJPയുടെ MPമാരെല്ലാം അവർക്കെല്ലാം ഈ ഡൽഹിയിൽ അവർക്ക് വസതികളുണ്ട്, ബംഗ്ലാവുകളുണ്ട്, ഒക്കെയുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, ഒക്കെയുണ്ട്. അപ്പം ഇവരുടെയൊക്കെ വിലാസങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നത് 4-5 വോട്ടർമാരായിരുന്നുവെങ്കിൽ ഡൽഹി അസംബ്ലി ഇലക്ഷനിലേക്ക് എത്തുമ്പോൾ അത് പല മടങ്ങായി വർദ്ധിക്കുകയാണ്. പർവേഷ് വർമ്മയുടെ ഇവിടെ ഉദാഹരണമായി പറഞ്ഞു 3 വോട്ട് മാത്രം ഉണ്ടായിരുന്നുള്ള അദ്ദേഹത്തിന്റെ വിലാസത്തിൽ 30-ലേറെ വോട്ടുകൾ ഇപ്പോൾ ചേർക്കപ്പെട്ടിരുന്നു. ഇത് ആ ഇലക്ഷന്റെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ച വലിയ മാധ്യമ വാർത്തകൾ പുറത്തു വന്നതാണ്. പർവേഷ് വർമ്മ മാത്രമല്ല, ഒട്ടനവധി BJP നേതാക്കളുടെ വസതികളിൽ ഇതുപോലെ വലിയ തോതിൽ വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ 7 മാസ കാലയളവിൽ ഡൽഹിയിൽ 7 ലക്ഷം വോട്ടർമാർ അധികമായി ചേർക്കപ്പെട്ടു. വോട്ടർ പട്ടികകൾ 4 ലക്ഷം വോട്ടർമാർ അധികമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു. നമുക്കറിയാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും BJPയുമായുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് വെറും 2 ലക്ഷം മാത്രമാണ്. അപ്പോൾ 4 ലക്ഷം വോട്ടുകൾ വളരെ അസ്വാഭാവികമായി കൂടുന്നു. അതിന് മുമ്പുള്ള കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചുരുങ്ങിയ കാലയളവിൽ വലിയ തോതിൽ വോട്ടുകൾ വർദ്ധിക്കുന്നു. ഈ 2 ലക്ഷത്തിന്റെ വോട്ട് വ്യത്യാസം നമ്മൾ 70 മണ്ഡലങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഓരോ മണ്ഡലത്തിലും ഏതാണ്ട് 3000-നടുത്ത് വോട്ട് എന്ന നിലയിലാണ്. അപ്പോൾ അത്രയും ഒരു ഡിഫറൻസിൽ അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു മണ്ഡലത്തിന്റെ ഫലം മാറ്റാൻ തക്ക വിധം ഒരു വോട്ട് വർധനവ് പെട്ടെന്ന് സംഭവിക്കുന്നത് അസ്വാഭാവികമാണത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയമായും പരിശോധിക്കേണ്ടതായിരുന്നു. ആം ആദ്മി പാർട്ടി അവിടെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു, വളരെ വിശദമായ പരാതി കൊടുത്തിരുന്നു. എന്നാൽ എല്ലാം സ്വാഭാവികമായി നടന്നൊരു പ്രക്രിയ എന്ന മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു സൂക്ഷ്മതലത്തിൽ ഒരു പരിശോധന ഉണ്ടായില്ല. ഇവിടെ പറഞ്ഞ പോലെ വോട്ട് ചേർക്കപ്പെട്ടപ്പോൾ തന്നെ അതേപോലെ വലിയ തോതിൽ വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുന്ന സ്ഥിതിയും ചില മണ്ഡലങ്ങളിലുണ്ടായി. അത് ചില കേന്ദ്രങ്ങളിലാണ്, ചില വോട്ടിംഗ് കേന്ദ്രങ്ങളിലാണ് ഉണ്ടായിരിക്കുന്നത്. ആ വോട്ടിംഗ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് BJPക്ക് വരാൻ പോകുന്ന വോട്ടുകളല്ല. അക്കാര്യവും ആ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയും മറ്റും തുറന്നു കാട്ടിയിരുന്നു. അക്കാര്യത്തിലും ഒരു പരിശോധന ഉണ്ടായില്ല. അപ്പോൾ ഇവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത എന്ന് പറയുന്നത് വലിയ തോതിൽ വിമർശന വിധേയമാകുന്നത്. ഇപ്പോൾ അനിൽ ബോസ് ഇവിടെ പറഞ്ഞു, കോൺഗ്രസ് അടക്കം മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ഇതേപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പരാതിയുണ്ട്. ശരി, തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോൾ അത്തരം പരാതികൾ ഉണ്ടെങ്കിൽ അത് ഗൗരവത്തിൽ പരിശോധിക്കേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉള്ളത്. എന്നാൽ അത്തരം പരാതികൾക്ക് മേൽ അവർ അടയിരിക്കുന്നതല്ലാതെ ഒരു തരത്തിലുള്ള പരിശോധനയും അവർ നടത്തുന്നില്ല. പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോവുകയാണ്. ഇവരുടെ നിഷ്പക്ഷത പോയി എന്ന് പറയുമ്പോൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരുതിയിലാക്കാൻ BJP നടത്തിയ വഴിവിട്ട നീക്കം നമ്മുടെ മുന്നിലുണ്ട്. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു ഉത്തരവുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ രൂപീകരിക്കുന്ന സമിതി, 3-അംഗ സമിതി, അതിൽ ഒരംഗം പ്രധാനമന്ത്രി, മറ്റൊരംഗം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ്, 3-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇങ്ങനെയൊരു ഘടനയായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചതെങ്കിൽ അതിനെ മറികടക്കാൻ ഒരു നിയമനിർമ്മാണം വളരെ തിടുക്കത്തിൽ BJP സർക്കാർ കൊണ്ടുവരികയും സുപ്രീം കോടതി ജസ്റ്റിസിന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി പകരം പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തു. അപ്പോൾ നിശ്ചയമായും സർക്കാരിന് ഭൂരിപക്ഷമുള്ള ഒരു സമിതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിശ്ചയിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. നേരത്തെ പോലെ തന്നെ അങ്ങനെയായിരുന്നു, അത് തുടർന്നും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാൻ BJP വളരെ ജാഗ്രത കാട്ടി. അപ്പോൾ നിലവിൽ ഇപ്പോൾ കമ്മീഷനിലേക്ക് വന്നിരിക്കുന്ന പല ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അവരുടെയൊക്കെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ പല ഘട്ടങ്ങളിലായി BJPയിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവുമായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു പാരമ്പര്യമുള്ളവരാണ് ആ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും BJPക്കെതിരെ ഉയർന്ന പരാതികളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ നിഷ്പക്ഷത സംബന്ധിച്ച് ഉയർന്ന പരാതികളിൽ ഒക്കെ തന്നെ ഈ കമ്മീഷൻ കണ്ണടയ്ക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ നമുക്ക് അറിയുന്നതാണ് എത്ര
ആഴത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും പരാമർശങ്ങളുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അല്ലെങ്കിൽ അമിത്ഷാ, യോഗി ആദിത്യനാഥ് തുടങ്ങി BJP നേതാക്കളിൽ നിന്നുണ്ടായ തികച്ചും വർഗീയമായ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളും പരാമർശങ്ങളും അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ തുടർച്ചയായി നടത്തി. അതിനെതിരെ വലിയ പരാതികൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ചു. ഇത് ഈ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ളതാണ്, ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്, ഇത് ക്രിമിനൽ കുറ്റമാണ്, സമൂഹങ്ങൾ തമ്മിൽ സ്പർദ്ധ വർദ്ധിപ്പിക്കും വിധമുള്ള വിദ്വേഷ പ്രചാരണം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ഈ നിലയിൽ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുകയും പരാതികൾ ഉന്നയിക്കുകയും ചെയ്തിട്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും ഇവർക്കെതിരെ സ്വീകരിച്ചില്ല. മാത്രമല്ല, തങ്ങൾ എന്തോ ഒരു ഔദാര്യം കാട്ടുന്ന പോലെ ഒരു നോട്ടീസ് പ്രതിപക്ഷത്തിന് കൊടുക്കുമ്പോൾ അതേപോലെ ഒരു ദുർബലമായ നോട്ടീസ് ഭരണപക്ഷത്തിന് കൊടുക്കുന്ന ഒരു പ്രവൃത്തി അല്ലാതെ ഈ പറയുന്ന BJP നേതാക്കളുടെ ഈ കൈവിട്ട വാക്കുകളെ നിയന്ത്രിക്കാൻ ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളുടെ ഒരു സ്റ്റാറ്റസ് പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ സ്വീകരിക്കുന്ന പക്ഷപാത സമീപനത്തിന് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രശാന്ത് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഡൽഹിയിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം സ്പഷ്ടമായി നമ്മുടെ മുമ്പിലുണ്ട് എന്നും. അല്ല, ശ്രീ ഷൈബു മഠത്തിൽ ആം ആദ്മി പാർട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിച്ചോട്ടെ എന്ന് പറയാനുള്ള കോൺഫിഡൻസ് BJPക്ക് ഉണ്ട്. ഷൈബു കേൾക്കുന്നുണ്ടോ? ചോദ്യമാണോ, എന്നോടാണോ? യെസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന് നല്ല ആത്മവിശ്വാസമാണ് BJPക്ക്. നിഷാദ്, ആ അപ്രോച്ച് തന്നെ അവരുടെ നിലപാട് വെളിപ്പെടുത്തുന്നില്ല. അതൊരു വലിയ വെളിപ്പെടുത്തലല്ലേ. പിന്നെ ഞാൻ അന്നേരം ഇടപെട്ട് സംസാരിച്ചില്ല എന്നേ ഉള്ളൂ. എന്നാൽ താൻ കേസ് കൊടു എന്ന് നമ്മുടെ നാട്ടിൽ പറയില്ല, ഒരു സിനിമയ്ക്ക് അങ്ങനെ പേര് വന്നു. ആ അപ്രോച്ചാണ് BJP എടുക്കുന്നത്. എൻ്റെ പോയിന്റ് ഇതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് പ്രോസസ്സ് നടക്കുന്ന രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. BJP ഭരണകക്ഷിയാണ്. അങ്ങനെ ഒരു പാർട്ടി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ, അത് ഏതോ ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ആയിക്കോട്ടെ, ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഇലക്ഷനിൽ ബൾക്കായി വോട്ടുകൾ റിമൂവ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ബൾക്കായി വോട്ടുകൾ ചേർക്കപ്പെടുന്നു. ഈ ബൾക്കായ റിമൂവൽ ഒരു പ്രോപ്പർ സംഗതിയല്ല, അതൊരു സംശയിക്കേണ്ട സംഗതിയാണെന്ന് നമുക്ക് ഇലക്ഷൻ റൂൾസ് പരിശോധിച്ചാൽ, ഇലക്ഷൻ കമ്മീഷൻ്റെ മാനുവൽ പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം അതിൽ തന്നെ അതിലൊരു സേഫ്റ്റി മെഷർ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ദിവസം 10-ലധികം അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. ഇത്ര എണ്ണത്തിലധികം അപേക്ഷ വന്നാൽ അതിലൊരു സൂപ്പർവൈസറി പരിശോധന വേണം എന്ന് റൂൾസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു ക്ലോസ് റൂൾസിൽ വരാൻ കാരണം എന്താണ്? ബൾക്ക് അപേക്ഷ എന്നുള്ളത് സംശയദൃഷ്ടിയോടെ കാണണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വലിയ തോതിൽ വോട്ടുകൾ ചേർക്കുകയും റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള രേഖകൾ വന്നു. ഇനി നേരത്തെ BJPയുടെ നേതാവ് പറഞ്ഞു, ഇത് ഞങ്ങൾ പത്രവാർത്തകളൊന്നുമല്ല കൊടുത്തത്, 3000 പേജ് എവിഡൻസ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് ഇലക്ടർ റോളുകൾ, പിന്നെ ഫോം 7 അപേക്ഷയെ സമർപ്പിച്ച ഫോം 7, അതിന് അയച്ച നോട്ടീസുകൾ, ഇതെല്ലാം ഈ രേഖകൾ കൃത്യമായി ഈ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇനി നമുക്ക് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്നത് തെരഞ്ഞെടുപ്പ് ഹർജികളുമായി ഹൈക്കോടതിയിൽ പോവുകയാണ്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. അതിനുള്ള പിന്നെ രേഖകൾ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. പക്ഷേ എൻ്റെ ഒന്നാമത്തെ പോയിന്റ്, BJP അതിനെ തള്ളുകയാണ്. അതിൻ്റെ മെറിറ്റിലേക്ക് കിടക്കാതെ നിങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് BJPയോട് പറയാനുള്ളത്, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇതിൻ്റെ പുറകിൽ നിങ്ങളല്ലേ എന്ന് സംശയം തോന്നും. അതുകൊണ്ട് താങ്കൾ അടുത്ത റെസ്പോൺസിലെങ്കിലും ആ സംശയമൊന്ന് ദൂരീകരിക്കണം. കാരണം ഈ വോട്ട് മുഴുവൻ BJPക്കാണോ? പുതുതായി ചേർക്കപ്പെട്ട വോട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഷാദ്ര മണ്ഡലത്തിൽ 11000 വോട്ടുകൾ റിമൂവ് ചെയ്യാൻ അപേക്ഷ കിട്ടി ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ. അല്ലെങ്കിൽ തുഗ്ലക്കാബാദ് എന്ന മണ്ഡലത്തിൽ 117 നമ്പർ ബൂത്തിൽ 500-ലധികം വോട്ടുകൾ റിമൂവ് ചെയ്യാനുള്ള അപേക്ഷ കിട്ടി. ആ വോട്ടുകളിൽ ഒരു വോട്ട് പോലും BJPയുടെ വോട്ടല്ല എന്ന നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞേ? അല്ലെങ്കിൽ BJPക്ക് തന്നെ അക്കാര്യത്തിൽ വലിയ ആകാംക്ഷ തോന്നേണ്ടതല്ലേ? ഇതൊരു ഗൗരവമായ പ്രശ്നമാണെന്ന് തോന്നേണ്ടതല്ലേ? ഇനി BJPയുടെ കാര്യം മാറ്റിവെക്കുക. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഏജൻസി ഇന്ത്യയിലുണ്ടല്ലോ, അവർ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സുള്ള ഭരണഘടനാ പദവിയുള്ള ഭരണഘടനാ ഏജൻസിയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരം ഒരു പ്രോസസ്സ് നടന്നിട്ട് ഞങ്ങളതിൽ തെളിവുകൾ സഹിതം സമർപ്പിച്ചിട്ടും അവർക്കതൊരു ഗൗരവമുള്ള സംഗതിയാണെന്ന് തോന്നാത്തത്? എൻ്റെ പോയിന്റ് ഇതാണ്. 2 തരത്തിലുള്ള റോൾ അവർക്കുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് അവരിതൊരു വാച്ച് ഡോഗായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്.
ഇങ്ങനൊരു സംഭവം നടന്നു, ഒരു പ്രശ്നമുണ്ട് എന്ന് ആം ആദ്മി പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ പറയുമ്പോൾ അതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ചുമതല അവർക്കുണ്ട്. ആ തരത്തിൽ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ട് അവരതിനെ എടുത്തിട്ടില്ല. അത് BLOമാർ പരിശോധിക്കും, സൂപ്പർവൈസറി ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കും, ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരിശോധിക്കും എന്നൊരു നിലപാടല്ലാതെ ഇതൊരു ബൾക്ക് പ്രോസസ് ആണെങ്കിൽ അതിലൊരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്ന തോന്നൽ, എന്ന ആശങ്ക അതുണ്ടാവേണ്ട ഏജൻസിയുടെ പേരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതിനാണ് അവർക്ക് പ്രത്യേക ഭരണഘടനാ പദവിയും പ്രത്യേക അധികാരങ്ങളും ഭരണഘടനയിൽ നൽകിയിട്ടുള്ളത്. അത് ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചില്ല. രണ്ടാമത്തത്, ഇങ്ങനൊരു പ്രശ്നം അധികമായി വരുമ്പോൾ നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് റിമൂവ് ചെയ്യലും കള്ളവോട്ടൊന്നും ഇന്ത്യയിൽ പുതിയ കാര്യമല്ല. പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്തായി ഇത് വലിയ തോതിൽ വർദ്ധിച്ചു വരുമ്പോൾ അതിനെതിരെ ഒരു നിയമനിർമ്മാണം നടത്തുക, അങ്ങനെ ഒരു സംഗതി ക്രിമിനലൈസ് ചെയ്യുക, അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് അനൗൺസ് ചെയ്യുക, അതിനുവേണ്ടി റൂൾസ് ഉണ്ടാക്കുക, അതിന് പിന്നെ സർക്കാരിനോട് ശുപാർശ ചെയ്യേണ്ട ചുമതല പോലും ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല. ഇതൊരു പ്രശ്നമായിട്ട് ഇലക്ഷൻ കമ്മീഷന് തോന്നുന്നില്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് കഴിവുകേടുണ്ട്, അപ്പോയിന്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്ക് കഴിവുകേടുണ്ട്, അവർ സിവിൽ സർവീസിലൊക്കെ ഇരുന്നവരെ എന്നെങ്കിലും പറയേണ്ടി വരും ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ നിഷ്പക്ഷതയിൽ സംശയിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. സംശയങ്ങളുണ്ട് എന്ന് വിചാരിക്കണം എന്നാണ്. ഞാൻ ഒരു ഇടവേള എടുത്ത് വേഗം തിരിച്ചു വരാം ഈ ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ പത്മനാഭൻ. ഈ BJP അധികാരത്തിലേക്ക് പല ഘട്ടങ്ങളിൽ പല കേന്ദ്രങ്ങളിൽ, കേന്ദ്ര സർക്കാരിലായാലും പല സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത്. ആക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ സംശയങ്ങൾ, വലിയ പരാതികൾ, പരാതിക്ക് ആധാരമായിട്ടുള്ള സംശയകരമായിട്ടുള്ള വിവരങ്ങൾ, ഇവയെല്ലാം നിരന്തരമായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്ന് മാത്രവുമല്ല, അതിനെതിരെ ഉയർന്നു വരുന്ന പരാതികൾ ഇപ്പോൾ 2009, 2019, 2024 ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തുന്ന വർഗീയ മുദ്രാവാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പരാതികൾ, അവയിലെല്ലാം അസാധാരണമായി കിട്ടുന്ന ക്ലീൻ ചിറ്റുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന വളരെ പക്ഷപാത സ്വഭാവമുള്ള സമീപനങ്ങൾ, തീർപ്പുകൾ, ഇവ നിങ്ങളുടെ കാലത്ത് ഉയർന്നു വരുന്ന ഒന്നാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ആരോഗ്യകരമായ തുടർച്ചയ്ക്ക് ആധാരമായി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവർക്കുമുള്ള വിശ്വാസമാണ്. മറ്റ് പല സംസ്ഥാനങ്ങളും, മറ്റ് പല രാജ്യങ്ങളും അതിൻ്റെ ഒരു രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണം ഈ പരസ്പര വിശ്വാസമില്ലാത്ത തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറി ആരോപണങ്ങൾ, അമേരിക്കയിൽ പോലും നമ്മളത് കണ്ടു. ഇന്ത്യയിൽ അത് ഉണ്ടായിട്ടില്ല. നിരന്തരം നിങ്ങളുടെ കാലത്ത് ഇങ്ങനെ സംശയങ്ങൾ നിങ്ങളുടെ എതിരാളികൾക്കുണ്ടായി വരുന്നത് നല്ലതാണ് രാഷ്ട്രത്തിന്. അതിന് ശരിയാവണ്ണമുള്ള മറുപടികൾ കൊടുക്കാതിരിക്കുകയും വേണമെങ്കിൽ കോടതിയിൽ പോയിക്കൊള്ളൂ എന്ന ധാർഷ്ട്യ നിലപാട് സ്വീകരിക്കുന്നത് വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കും എന്ന് തോന്നുന്നുണ്ടോ BJPക്ക്? അല്ല, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഹരിയാനയിൽ കുസ്തിക്കാരുടെ സമരം, കൃഷിക്കാരുടെ സമരം, വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. അഗ്നിവീർ, ഇതൊക്കെ വെച്ച് ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു, പക്ഷേ BJPക്കാർ കൃത്രിമം കാണിച്ച് തോൽപ്പിച്ചു എന്ന രീതിയിൽ സംസാരിച്ചു. നിങ്ങൾ ഹരിയാനത്തെ ഒരു സംഭവം അറിയോ? കർച്ചി പർച്ചി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ഹരിയാനയിൽ. എന്താ അറിയോ? ഹരിയാനയിൽ PSC എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാലൊന്നും സർക്കാർ ജോലി കിട്ടൂല. കോൺഗ്രസ്സുകാർക്ക് പൈസ കൊടുക്കണം. കോൺഗ്രസിനെ മന്ത്രിമാരും MLAമാരും DCC പ്രസിഡന്റുമാരും കാശ് വാങ്ങിയിട്ടാണ് ഹരിയാനയിൽ പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസ് അല്ല സാർ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നിയമിച്ചത്. അത് ഞങ്ങൾ കോൺഗ്രസ് ഞാൻ പറയട്ടെ, നിങ്ങൾ 3 പ്രാവശ്യം തോറ്റ് തുന്നം പാടിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾ തോറ്റ് തുന്നം പാടിയത് കാരണം പറഞ്ഞു തരിക. തോറ്റ് തുന്നം പാടിയതിന്റെ നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് അവിടെ നിയമനത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാരാണ് നടത്തുന്നത്. വേറെ പണിക്ക് പോയിരിക്കുമായിരുന്നു. മൂന്നാം വട്ടവും തോറ്റ് തുന്നമ്പാടിയതിന്റെ കാരണം പറഞ്ഞു തരിക. കേട്ട് മനസ്സിലാക്കി. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് അവിടെ അഴിമതി നടത്തിയത് കോൺഗ്രസ്സുകാരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് അത് പറയുന്നത്? എന്ത് മാനദണ്ഡത്തിലാണ് നിങ്ങൾ പറയുന്നത്? ചുമ്മാ ചർച്ച വന്നിരുന്നത് തോന്നിയാസം വിളിച്ച് പറഞ്ഞാൽ മതിയോ? ചർച്ച വന്നിരുന്നത് തോന്നിയാസം വിളിച്ച് പറഞ്ഞാൽ മതിയോ? നിങ്ങൾ ആരായാലും എന്താ? നിങ്ങൾ ആരായാലും എന്താ? നിങ്ങൾ ആരായാലും നിങ്ങൾ വസ്തുത പറഞ്ഞാൽ ക്ഷമ കാണിക്കും. ക്ഷമ കാണിക്കാൻ കഴിയില്ല. ഞാൻ മിണ്ടാതിരുന്നല്ലോ.
ശരി. നിങ്ങൾ ഷനിൽ ബോസ് ഞാൻ താങ്കൾക്ക് മറുപടി പറയാൻ ഷനിൽ ബോസിന് ഞാൻ മറുപടിക്കുള്ള അവസരം തരാം. ഷനിൽ ബോസ് അടുത്ത മറുപടി താങ്കൾ പറഞ്ഞോളൂ. അനിൽ ബോസ് താങ്കൾ അടുത്ത മറുപടി പറഞ്ഞോളൂ. അനിൽ ബോസ് താങ്കൾ അടുത്ത മറുപടി പറഞ്ഞോളൂ. അടുത്ത മറുപടി പറഞ്ഞോളൂ. അടുത്ത മറുപടി പറഞ്ഞോളൂ. അനിൽ ബോസ് ഷനിൽ ബോസ് താങ്കൾ അത് നോട്ട് ചെയ്ത് വെച്ച് അടുത്ത മറുപടി പറഞ്ഞോളൂ. ഷനിൽ ബോസ് താങ്കൾ അത് നോട്ട് ചെയ്ത് വെച്ച് അടുത്ത മറുപടി പറഞ്ഞോളൂ. ഷനിൽ ബോസ് താങ്കൾ നോട്ട് ചെയ്ത് വെച്ച് മറുപടി പറഞ്ഞോളൂ. രാഹുൽ ഗാന്ധി വാക്കുണ്ട് ടോളറൻസ്. കേട്ടോ, ടോളറൻസ്. രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ഥിരം പറയുന്ന വാക്കാ ടോളറൻസ്. ടോളറൻസ് കാണിക്കും കേട്ടോ, ടോളറൻസ്. അപ്പൊ കർച്ചി പറിച്ച് ഇല്ലാണ്ടാക്കിയത് ഞങ്ങളാ. ഞങ്ങൾ 5 നയാ പൈസ വാങ്ങാതെ അഴിമതിയില്ലാത്ത ഭരണം കാഴ്ചവെച്ചു. അഴിമതിയില്ലാത്ത ഭരണം കാഴ്ചവെച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഹരിയാനയിൽ ജയിച്ചു എന്നാണ്. PSC കിട്ടിയ റാങ്ക് ലിസ്റ്റ് നോക്കി സംവരണം വെച്ച് നിയമനം കൊടുത്തു. ജനങ്ങൾ, ചെറുപ്പക്കാർ ഞങ്ങളെ കൂടെ നിന്നു. പൈസ പാക്കറ്റിലാക്കി പെട്ടിയിലാക്കി കോൺഗ്രസ്സുകാരന്റെ വീട്ടിൽ പോണ്ട PSC നിയമനം കിട്ടാൻ. അത് ഞങ്ങൾ അവസാനിപ്പിച്ചു. യുവജനങ്ങൾ വോട്ട് ചെയ്തു. അവരെ രക്ഷിതാക്കൾ ഞങ്ങൾക്ക് പെൻഷൻ, ഹരിയാനയിലെ ക്ഷേമ പെൻഷൻ 3000 രൂപയാ. മാസം 3-ാം തീയതി കൃത്യമായി കൊടുക്കും. വാർദ്ധക്യകാലം, വിധവ, വികലാംഗം മാത്രമല്ല, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മൈനർ കുട്ടികൾക്കും, അച്ഛനും അമ്മയും മരിച്ചുപോയ മൈനർ കുട്ടികൾക്കും 3000 രൂപയാ കൃത്യം കൊടുക്കും 3-ാം തീയതി. അതുകൊണ്ടാണ് ജയിച്ചത്. സൽഭരണം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെ സൽഭരണം കാരണമാണ് ജയിച്ചത്. നിങ്ങളെ നേതാവ് അവിടെ ജലേബി തിന്നു പോയതാ. സദ്ഭരണം കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്. ഞാൻ നിരന്തരമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കെതിരെ അഴിമതിയുടെ അവിശ്വാസത്തിന്റെ മുദ്ര ചാർത്തപ്പെടുന്നത് ഗുണപരമാണ് എന്ന് BJP കരുതുന്നുണ്ടോ എന്നാണ്. വെറുതെ എന്റെ വായന്ന് ഓരോന്ന് കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനി ഞാൻ പ്രശാന്ത് പറഞ്ഞതിലേക്ക് വരാം. പ്രശാന്ത് പറഞ്ഞു പ്രോക്കറ്റീവ് സ്പീച്ച്, പ്രകോപനപരമായ പ്രസംഗം നടത്തി നടപടിയെടുത്തില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞില്ലേ, ഹരിയാന ഗവൺമെന്റ് യമുന നദിയിൽ വിഷം കലർത്തുകയെന്ന്. എന്ത് വർത്താനം. എന്നിട്ട് അയാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും ചെയ്തോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോട്ടീസ് അയക്കും, കാരണം കാണിക്കാൻ നോട്ടീസ് അയക്കും. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യാൻ അധികാരമുള്ളൂ. ജയിലിടാൻ അധികാരമില്ല. പോലീസ് കേസ് എടുക്കുകയും ചെയ്യും. യമുനയിലെ വെള്ളത്തില് ശ്രീപത്മനാഭൻ ഹരിയാനയിലെ വെള്ളത്തിൽ വിഷം കലക്കുകയാണ് എന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടനടി പ്രതികരിക്കുന്നു, വിശദീകരണം ആവശ്യപ്പെടുന്നു. ആദ്യം കൊടുക്കുന്ന വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറയുന്നു. ഈ നിലക്കുള്ള പ്രതികരണം മോദി പറഞ്ഞ വർഗീയതയോട് ഉണ്ടായിട്ടുണ്ടോ? ഈ നിലക്കുള്ള പ്രതികരണം, ഈ നിലക്കുള്ള അതിവേഗ പ്രതികരണമോ നോട്ടീസ് കൊടുക്കലോ അതൃപ്തി രേഖപ്പെടുത്തലോ മോദിയുടെ വർഗീയതയോട് കമ്മീഷൻ കാണിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അത്രയൊക്കെ അവർ ചെയ്യാറുള്ളൂ. അത്രയൊക്കെ എവിടെ ചെയ്തു? മോദിയുടെ വർഗീയതയിൽ അത്ര ചെയ്തോ? മോദിയുടെ വർഗീയ പ്രസംഗത്തിൽ അത്ര ചെയ്തോ? മോദിയുടെ വർഗീയ പ്രസംഗത്തിൽ അത്ര ചെയ്തോ? മോദിയുടെ വർഗീയ പ്രസംഗത്തിൽ അത്ര ചെയ്തോ? അല്ല, മോദിയുടെ വർഗീയ പ്രസംഗത്തിൽ അത്ര ചെയ്തോ? മോദിയുടെ വർഗീയ പ്രസംഗത്തിൽ അത്ര ചെയ്തോ? വെറുതെ പറഞ്ഞു അല്ലല്ല. മോദിയുടെ വർഗീയ പ്രസംഗത്തിൽ കമ്മീഷൻ അത്ര ചെയ്തോ? അതൊക്കെ എല്ലാ പാർട്ടിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അല്ല മോദിക്കെതിരെ ഉണ്ടായതിന്റെ കണക്കൂടെ പറ. അല്ല മോദിക്കെതിരെ ഉണ്ടായത് പറ. നേതാവ് എന്തെങ്കിലും പറഞ്ഞാ ഓഹോ അത് അല്ല മോദിക്കെതിരെ ഉണ്ടായത് പറ. അല്ല മോദിക്കെതിരെ ഉണ്ടായത് പറഞ്ഞിട്ട് താങ്കളുടെ വിഷയം, താങ്കളുടെ പോയിന്റ് ഫിനിഷ് ചെയ്തോ? അത് നല്ല സ്വഭാവമല്ല. അല്ലല്ല, മോളിക്കൂടെ തൂത്തുവാരിപ്പോവല്ലേ? കാര്യം പറഞ്ഞു വെക്കോ. പറ്റി അങ്ങോട്ട് മിണ്ടിയോ? ആ പ്രസ്താവനയെ പറ്റി അങ്ങോട്ട് മിണ്ടിയോ? ആക്ഷൻ എടുത്തില്ലേ? സംസ്ഥാന സർക്കാർ വിഷം കലർത്തുക പുഴയിലെ വെള്ളത്തില് എന്ത് നടപടി എടുത്തു? ഒരു നോട്ടീസ് അയച്ചു. ചെയ്തില്ല. വിശദീകരണം വാങ്ങിച്ചു. വിശദീകരണം തൃപ്തികരമല്ലാതെ വീണ്ടും വിശദീകരണം വാങ്ങിച്ചു. ഒരു നോട്ടീസ് അയക്കും. അതിന് താങ്കൾ മറുപടി പറ. മോദി വിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടച്ചിരിക്കുന്നു? അതിന് താങ്കൾ മറുപടി പറ. നിങ്ങളുടെ കളിപ്പാവയെ കേന്ദ്ര മോഡിക്ക് അയച്ചോ? മോഡിക്ക് അയച്ചോ? ശ്രീപത്മനാഭൻ മോഡിക്ക് അയച്ചോ നോട്ടീസ്? മോഡിക്ക് അയച്ചോ നോട്ടീസ്? മോഡിക്ക് അയച്ചോ? മോഡിക്ക് അയച്ചോ? മോഡിക്ക് അയച്ചോ? മോഡിക്ക് അയച്ചോ?
നോട്ടീസ് അയച്ചു. മോദിക്ക് അയച്ചോ നോട്ടീസ്? മോദിക്ക് അയച്ചോ നോട്ടീസ്? ശ്രീ പത്മനാഭൻ നോട്ടീസ് അയച്ചു, BJPക്ക് നോട്ടീസ് അയച്ചു, കോൺഗ്രസ് മോദിക്ക് അയച്ചോ? BJPക്ക് അയച്ചോ എന്നാരും ചോദിച്ചില്ല. മോദിക്ക് അയച്ചോ നോട്ടീസ്? മോദിക്ക് അയച്ചോ നോട്ടീസ്? ശ്രീ പത്മനാഭൻ ഉത്തരവില്ലാത്ത കാര്യമാണ്, ഞാൻ നിർബന്ധിക്കുന്നില്ല. മോദിക്ക് അയച്ചോ നോട്ടീസ് എന്നുള്ള ചോദ്യത്തിന് ശ്രീ പത്മനാഭനോ BJPക്കോ ഉത്തരവില്ല. ഞാനത് ആവർത്തിച്ച് ചോദിച്ച് താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, എന്റെ സമയവും കളയുന്നില്ല. രണ്ട് സംസ്ഥാനത്തെ ജനങ്ങളെ തമ്മിൽ തെറ്റിച്ചതിന്, സംസ്ഥാനത്തെ ജനങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയതിന്. ശരി, ശ്രീ അനിൽ ബോസിന്റെ മറുപടി എന്താണ്? ശ്രീ അനിൽ ബോസ്, താങ്കളുടെ മറുപടി. നമുക്ക് അവസാനിപ്പിക്കാൻ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ അനിൽ ബോസിന്റെ പോയിന്റ്. തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി ജയിക്കുന്നതോ തോക്കുന്നതോ ഒന്നും പുതിയ സംഭവമല്ല. അത് ഏത് പാർട്ടി ആയാലും എല്ലാ പാർട്ടിക്കും എല്ലാ കാലത്തും എല്ലാ വിജയങ്ങളും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതും തെറ്റാണ്. കാലോചിതമായ തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും, അതിനൊന്നും നമുക്ക് തർക്കമില്ല. നമ്മൾ ഇവിടുത്തെ പ്രശ്നം എന്നാ, കഴിഞ്ഞ 10-10.5 വർഷമായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ, ഞങ്ങൾ ജയിച്ചതുൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്രിമം മാനിപ്പുലേഷൻ കൃത്യമായി നടന്നിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു. ഈ കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ, തിരുവനന്തപുരത്തും ആറ്റിങ്ങലും തൃശ്ശൂരും കൃത്യമായ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. കണക്കില്ലാത്ത വോട്ടുകൾ, അതായത് തിട്ടപ്പെടുത്തിയ വോട്ടിന് മുകളിലുള്ള വോട്ടുകൾ കൗണ്ട് ചെയ്തപ്പോൾ വന്നു എന്നത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. മാനിപ്പുലേഷൻ എല്ലാ ഘട്ടത്തിലും നടക്കുന്നു. അതിന്റെ പുതിയ മുഖം ഇതുവരെ മിഷൻ ഉപയോഗിച്ച് മറ്റു രീതിയിലുമാണ് ചെയ്തിരുന്നതെങ്കിൽ അതെല്ലാം നിങ്ങൾ കോടതിയിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് കോടതിയിൽ കെട്ടുകണക്കിന് കേസുകൾ കെട്ടിക്കിടക്കാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ പുതിയ രീതി ഈ അടുത്ത ദിവസങ്ങളിൽ, ഈ അടുത്ത തെരഞ്ഞെടുപ്പുകളിലാണ്, ഹരിയാനയ്ക്ക് ശേഷമാണ് മഹാരാഷ്ട്രയിലും ഡൽഹിയിലും അടക്കമുള്ള സ്ഥലത്ത് കൂട്ടത്തോടെ ആളുകളെ ഒഴിവാക്കുന്നതും കൂട്ടത്തോടെ ആളുകളെ ചേർക്കുന്നതുമായ സ്ഥിതി വന്നിട്ടുള്ളത്. അത് പലയിടങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളെ, അത് പുതിയ രീതിയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചാൽ നടപടിയെടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ നോക്കുകുത്തിയായിട്ടിരിക്കുകയാണ്. ഇത് BJPയുടെ കയ്യിലെ കളിപ്പാവയായിട്ടിരിക്കുകയാണ്. അപ്പൊ സ്വതന്ത്രമായി നിലപാടെടുക്കുന്ന സിസ്റ്റങ്ങൾ ഈ രാജ്യത്തുണ്ടാവണം. ആ സിസ്റ്റങ്ങളെ മുഴുവൻ ബന്ധീകരിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞു കോടതിയിൽ പോലും പല ഉത്തരവുകളും, തുറന്ന് ഞാൻ പറയുകയാണ്, കോടതിയിൽ പോലും പല ഉത്തരവുകളും ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ തെളിവാണ്. ആ കാലാവധി കഴിഞ്ഞ് 4 ദിവസം തികയുന്നതിന് മുമ്പ് ഇവരൊക്കെ പാർലമെന്റ് അംഗങ്ങളായി രാജ്യസഭയിലൊക്കെ എത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നവരടക്കം. എന്തിനാ പെട്ടെന്ന് കൊടുക്കുന്നത്? ഇവരുടെ പാർട്ടി പ്രവർത്തിച്ചിട്ടാണോ? ഇവരുടെ പാർട്ടി പ്രവർത്തിച്ച ആളുകളില്ലാഞ്ഞിട്ടാണോ? അപ്പൊ കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താ നിഷാദേ? സുപ്രീം കോടതിയിൽ പല ഉത്തരവുകളും ഇവർക്ക് അനുകൂലമായി കൊടുത്ത ആളിന് പ്രത്യുപകാരം എന്നുള്ള നിലയിൽ രാജ്യസഭയും ഗവർണർ സ്ഥാനവും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോടതിയെ പോലും നോക്കുകുത്തിയാക്കുന്ന സമീപനമാണ് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏത് ഏജൻസിയാണ് സ്വതന്ത്ര മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നത്? ഏത് ഏജൻസിക്കാണ് അതിനുള്ള അവസരം ഇവർ കൊടുത്തിട്ടുള്ളത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ വോട്ട് അധികമായി ചേർന്നാലും ഒഴിവാക്കിയാലും അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ ചാടി വീണ് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് BJPക്കാർ പറയുന്നത് എന്താ? അപ്പൊ അവരല്ലേ ഇതെല്ലാം ചെയ്തത്? അവരാണ് ഇതെല്ലാം ചെയ്തതെന്നല്ലേ അതിനർത്ഥം? അപ്പൊ അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മടിയിൽ കനവുള്ളവരെ വഴിയിൽ ഭയക്കേണ്ട കാര്യമുള്ളന്നേ. അപ്പൊ ഞങ്ങളിത് പറയുമ്പോൾ, ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള അട്ടിമറികളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ തിരിമറികളെ കുറിച്ച് ആക്ഷേപം ഉയർന്നു വരുന്നു. 3000-4000 പേജുള്ള പരാതികൾ കമ്മീഷന് മുമ്പിലേക്ക് പോകുന്നു. മോദിക്കെതിരായിട്ടുള്ള പല ഈ തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതികളും നടപടിയെടുക്കാതെ കിടക്കുകയാണല്ലോ. കർശന സമീപനം എടുക്കുകയും ചോദിക്കുമ്പോൾ മൗനം അവലംബിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കാണുന്നു. ഇന്ത്യ മൊത്തത്തിൽ ഈ സംവിധാനത്തോട് യൂസ്ഡായി കഴിഞ്ഞോ? ഈ ഉയർത്തപ്പെടുന്ന സംഗതികളൊന്നും ഞെട്ടാത്ത വിധം ഇങ്ങനെയൊക്കെയാണ് എന്ന മട്ടിലായോ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രവർത്തന രീതി? തീർച്ചയായും നിഷാദെ, അതായത് 1-2 മോഡി സർക്കാരുകൾ ഏതുവിധം ഏകപക്ഷീയമായി കാര്യങ്ങൾ നീക്കിയോ അതേ മനോഭാവത്തോടെ തന്നെയാണ് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത നിലവിലെ BJP സർക്കാരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്ഥാപനങ്ങൾ കുറെ കാലമായി അവരുടെ പരിധിയിലേക്ക് ഇങ്ങനെ നീങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കാലക്രമേണ സംഭവിച്ചതാണ്. 1-ാം മോഡി സർക്കാരിന്റെ കാലത്ത്, 2-ാം മോഡി സർക്കാരിന്റെ കാലത്ത്, അതിന്റെ തുടർച്ചയായി ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലുള്ള പല കേന്ദ്ര ഏജൻസികളും ഭരണഘടനാ സ്ഥാപനങ്ങളും പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലാണെന്ന വ്യക്തമായ ബോധ്യം അവർക്കുണ്ട്. കേവല ഭൂരിപക്ഷം ലോക്സഭയിൽ ഇല്ലെങ്കിൽ പോലും അവർ പറയുന്നതിനൊപ്പം നിൽക്കുന്ന 1-2 സഖ്യകക്ഷികൾ ഉള്ളത് കൊണ്ട് അവർക്ക് ലോക്സഭയിലെ അല്ലെ പാർലമെന്റിലെ ഭൂരിപക്ഷത്തെക്കുറിച്ച് അല്പം പോലും വേവലാതിയില്ല. ഇവിടെ എന്താണ് ഈ പറയുന്ന ഏകപക്ഷീയ സമീപനത്തിനെതിരെ, നിലപാടിനെതിരെ 1-2 മോഡി സർക്കാരുകളുടെ ആ സമീപനത്തിനെതിരെ കൂട്ടായ പ്രതിരോധം ദേശീയ തലത്തിൽ ഉയർന്നു വന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു. അതിന്റെ ഒരു ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. BJP അല്ലെ സംഘപരിവാർ പ്രതീക്ഷിക്കാത്ത വിധം അവർ 400-നടുത്ത് സീറ്റ് സ്വപ്നം കണ്ടു. അവർ ഈ പറയുന്ന ഭരണഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനം പോലും നടത്താമെന്നുമുള്ള സ്വപ്നം അവർ കണ്ടതാണ്.
അവിടെ വലിയ തിരിച്ചടി അവർക്ക് സംഭവിച്ചു. അവർ 240 ആ സീറ്റിലേക്ക് ചുരുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത് പ്രതിപക്ഷത്തിന്റെ യോജിപ്പും ഐക്യവും എത്രമാത്രം വിജയിക്കുമെന്നതിന്റെ തെളിവായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ദൗർഭാഗ്യവശാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ഒരു കൂട്ടായ്മ, ആ ഒരു ഐക്യം നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ തോതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം നമുക്കിപ്പോൾ വിലയിരുത്താൻ. അത് ഹരിയാനയിലെ തോൽവിയാണെങ്കിലും മഹാരാഷ്ട്രയിലെ തോൽവിയാണെങ്കിലും ഇപ്പോൾ ഡൽഹിയിലെ തോൽവിയാണെങ്കിലും അതും ഒരു കാരണമായിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഭരണഘടനാ സംവിധാനങ്ങളെ ആകെ കൂടെ നിർത്തിക്കൊണ്ട് BJP കാട്ടുന്ന തിരിമറികൾ, അതിനൊപ്പം പ്രതിപക്ഷ നിരയിൽ ഉണ്ടാവുന്ന അനൈക്യം, ഇത് BJPക്ക് തുടർച്ചയായി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ പാകത്തിൽ സാഹചര്യം ഒരുങ്ങുകയാണ്. ഇതിൽ നിന്ന് മാറി ഇനി വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ ഈ മുന്നേറ്റത്തെ തടയണമെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ ശക്തമാവേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കേണ്ടത് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ പല നേതാക്കളും ഇപ്പോൾ പറയുന്നത് ഇന്ത്യ കൂട്ടായ്മ എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് രൂപീകരിച്ചതാണ്. അതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധമില്ല. ഒരു പരിധിവരെ അത് ശരിയായിരിക്കാം. എങ്കിൽ കൂടി BJPക്ക് സ്വാധീനമുള്ള, BJPക്ക് ജയസാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ പരമാവധി മതനിരപേക്ഷ വോട്ടുകൾ ചിതറാതിരിക്കാനും മതനിരപേക്ഷ പാർട്ടികൾ ഐക്യമുറപ്പിക്കാനുമുള്ള മുൻകൈ എടുക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് ഉണ്ട്. വരും ദിവസങ്ങളിൽ ആ ഒരു ജാഗ്രത കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും മറ്റെല്ലാ പാർട്ടികളെയും സഖ്യങ്ങൾ സൃഷ്ടിക്കുകയും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും മാത്രമല്ല പ്രതിപക്ഷം തെരഞ്ഞെടുപ്പുകൾ സുതാര്യമായി നടക്കുന്നുണ്ടോ എന്ന രാഷ്ട്രീയ ജാഗ്രത പാലിക്കണമെന്ന അഭിപ്രായം കൂടി അദ്ദേഹം പറയുകയാണ്. എന്തായാലും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണക്കുകളിൽ നമ്മൾ ചില അൺയൂഷ്വൽ സംഗതികൾ അസാധാരണമായോ കാണുന്നുണ്ട്. അത് വിശദീകരിക്കപ്പെടുമോ, നമ്മുടെ സിസ്റ്റം അത് പരിശോധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.